ഒന്നി മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എൻ്റെ വായനയുടെ ലോകം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വിശാലമാണ്. രാമു കാര്യായിട്ട് ചെമ്മീൻ്റെ സംവിധായകനാണ്. അതിനേക്കാൾ വലുത് ഈ കേരളത്തിലെ ഏറ്റവും മനോഹരമായ എഴുത്തുകാരനാണ്. അദ്ദേഹം ലണ്ടനിൽ സായിപ്പിന്റെ അതിഥിയായിട്ട് പോയി. യൂറോപ്പിനെ മനസ്സിൽ കയറുന്ന പെണ്ണുങ്ങളൊന്ന് പഠിച്ചോളി, രക്ഷകർത്താക്കളും. ലണ്ടനിൽ പോയി സായിപ്പിന്റെ അതിഥിയായിട്ട് താമസിച്ചു. ആ സമയത്ത് നല്ല കുളിരുള്ള രാത്രി മദാമയും സായിപ്പും കൂടി തീ കാഞ്ഞു. വിറക് തീ കത്തിച്ചു കുളിര് മാറാൻ. തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോ മദാമ സായിപ്പിനോട് പറഞ്ഞു, സായിപ്പേ എനിക്ക് വല്ലാതെ തണുക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു, തണുപ്പ് പറഞ്ഞു. അപ്പൊ സായിപ്പ് പറഞ്ഞു മദാമയോട്, എനിക്കിപ്പോ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള മൂടില്ല, രാമു മൂടുണ്ടെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഇതാണ് യൂറോപ്പ്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് തണുക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. അപ്പൊ ഭർത്താവ് പറയും ഇപ്പൊ എനിക്ക് മൂടില്ല, അടുത്തിരുന്ന അയലോക്കക്കാരനോട് പറ്റുമ്പോൾ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഇതാണ് യൂറോപ്പ്. ഇതാണ് യൂറോപ്പ്. നിങ്ങൾ ചെറുപ്പക്കാരെ, നിങ്ങളുടെ മനസ്സിൽ ഇത് നന്നായിട്ട് വേരൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അർജന്റീനയുടെ ഫുട്ബോൾ താരം മെസ്സിയുടെ ചിത്രം നിങ്ങളുടെ വീടിന്റെ വാതിരി വന്നത്. മെസ്സി അറിഞ്ഞൂടെ? മെസ്സി അർജന്റീനയും ബ്രസീലാ. മെസ്സി, ലയണൽ മെസ്സി അർജന്റീനയും ബ്രസീലാ. നിങ്ങളെല്ലാം മുത്തക്കികളാണല്ലോ പടച്ചവരാന്. ഒരാൾക്ക് മെസ്സി അർജന്റീന എന്നാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ആ വിഷയം വിട്ടു. മെസ്സി അർജന്റീനയോ ബ്രസീലോ? എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. മെസ്സി ആരാ? പച്ച വ്യഭിചാരി. എന്നോട് ഒരു വിഷവും നിങ്ങൾക്ക് തോന്നരുത്. ലയണൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന തോറ്റെന്ന് അന്തം വിട്ട തോക്കൽ തോറ്റു, എതിരില്ലാത്ത 4 ഗോളിനും. തോറ്റ പരാജയ ഭീതി മാറ്റാൻ പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ വെച്ച് പിറ്റേ ദിവസത്തെ വീക്കമാഗസിന്റെ ഒരു ഫോട്ടോ വന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന 4 ഗോളിന് തോറ്റു കഴിഞ്ഞപ്പോ ആ പരാജയത്തിന്റെ നിരാശ മാറ്റാൻ അരക്കി പോട്ട് വസ്ത്രമില്ലാത്ത കാമുകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹവായ് ദ്വീപിലേക്ക് വ്യഭിചാരത്തിന് പോയ ആളാണ് ലയണൽ മെസ്സി. ആ വ്യഭിചാരത്തിന് പോകുന്ന സമയത്ത്, വ്യഭിചരിക്കാൻ പോകുന്ന സമയത്ത്, സാധാരണ വ്യഭിചരിക്കുന്നത് ആരും അറിയാതെയാ. വ്യഭിചരിക്കാൻ പോകുന്ന സമയത്ത് എയർപോർട്ടിലോട്ട് പോകുമ്പോ പത്രക്കാരുടെ മുമ്പിൽ കാമുകിയെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത പച്ച വ്യഭിചാരിയാണ് ലയണൽ മെസ്സി. കാരണം യൂറോപ്പിലെ വ്യഭിചാരം ഒരു പ്രശ്നമല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ്. യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ്. അതിലേക്ക് നമ്മുടെ മസ്തിഷ്കം കൊണ്ടുപോയി പണയം വെച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആന്റെ വെളിച്ചം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടി വന്ന, തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും, ലോകത്തിന്റെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയ്ക്ക് കഴിയില്ല. ഖുർആൻ അത്ഭുതമാകുന്നത് എങ്ങനെയാ? യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറി ഇരിക്കുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 12 വാല്യങ്ങൾ ബ്രിട്ടീഷ് ലൈബ്രറി ഇരിക്കുന്നുണ്ട്. അത് വായിച്ചാൽ യൂറോപ്പിലെ വ്യഭിചാരി നന്നാവുകയില്ല, യൂറോപ്പിലെ പലിശക്കാരൻ നന്നാവുകയില്ല. പക്ഷേ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കി ചെന്നിട്ട് അവനെ ലോകത്തിന്റെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റാൻ ലോകത്തിന് കഴിഞ്ഞ ഒരു മാനവിക ദർശനത്തിന്റെ മഹാത്ഭുതമുണ്ടെങ്കിൽ മഹാത്ഭുതം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ, ये कहती कि गरे गरे आकर हलीमा मेरा घर में खैरुल वरा गया है. ये कहती कि गरे गरे आकर हलीमा मेरा घर में खैरुल वरा गया है. മദീനയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ഏതെങ്കിലും ഒരു കുട്ടിയെ മുലയൂട്ടാൻ കിട്ടിയാൽ തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന മോഹത്തോടെ വന്ന മക്കയിലേക്ക് വന്ന ഹലീമത്ത് സൈദിയ എന്ന പട്ടിണി പാവത്തിന്റെ വീട്ടിലേക്ക് ഏത് പിഞ്ചു പൈതലിന്റെ തളിരിളം
കാലുകളാണോ ചവിട്ടപ്പെട്ടത്, ആ സമയത്ത് ഏത് വീട്ടിലാണോ പാല് പറ്റിപ്പോയ ആടിന്റെ അകട്ടില് പോലും പാല് നിറകടിച്ചത്, സാന്നിധ്യം കൊണ്ട് ബറക്കത്തിന്റെ നാമമേ, ആനന്ദത്തിന്റെ തീർത്ഥമേ, ആദർശത്തിന്റെ മുത്തേ, കരളിന്റെ രാജാവേ, നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സദസ്സ് തീരുന്നത് വരെ സലാത്തിന് കുറവുണ്ടാകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് മക്കം ഫത്ഹ് കഴിഞ്ഞിട്ട് മക്കം വന്ന് പിടിച്ചടക്കുകയാണ്. മക്കം പിടിച്ചടങ്ങിയിട്ട് 10 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ താമസിക്കുമ്പോ പാതിരാ സമയത്ത് തവാഫ് ചെയ്യാൻ കഅബയിലേക്ക് പോയി. ആ സമയത്ത് പ്രവാചകനോട് കലിപൂണ്ടു നിന്ന അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വ്രതമെടുത്തിരുന്ന ഫുലാല എന്ന മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇനി എങ്ങനെയാ കൊല്ലുക? മുഹമ്മദ് മക്കയിലെ രാജാവാണ്. 10,000കണക്കിന് അനുയായികൾ ഓടിപ്പിടിച്ച വാളുമായി മുഹമ്മദിന് കാവലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് കഅബയുടെ മത്താഫിലെ തവാഫ് ചെയ്യുകയാ. ആ സമയത്ത് ഫുലാല ഊരിപ്പിടിച്ച മൂർച്ചയുള്ള വായുമായി കഅബാലയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ കാത്തിരിക്കുകയാ. കഅബാലയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു കഅബാലയത്തിന്റെ മത്താഫിൽ വന്ന് ഒന്നാമത്തെ തവാഫ് ചെയ്യുകയാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി കഅബാലയത്തെ തവാഫ് ചെയ്ത് ഫുലാല നബി തങ്ങളെ കാണുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിക്ക് വേണ്ടി സഹാബത്ത് വരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. ഏകനായി തവാഫ് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഫുലാലയുടെ തൊട്ട് മുമ്പിലെത്തുമ്പോ ആരും അറിയാതെ മാർജാര പതന ശബ്ദം കേൾപ്പിക്കാതെ ഫുലാല തന്റെ വാളിൽ വലിച്ചൂടി അല്ലാഹുവിന്റെ റസൂലിനെ പുറകിൽ നിന്ന് വെട്ടാൻ ഹബീബായ നബിയുടെ നേരെ ചാടേണ്ട താമസം. ഹബീബായ നബി നാടൻ മുഖത്തോട്ട് നോക്കുമ്പോ ഫുലാല കിടുങ്ങി മറച്ചു പോയി. കൈ പൊന്തുന്നില്ല, കൈ തളരുകയാണ്, വാളനങ്ങുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ പ്രകാശം കാണുമ്പോ സബീഹുക ബദറുല്ലൈലി ബല്ലന്തനവറൂ വവജൂക മിൻ മായ വവജൂക മിൻ നൂർ മലാഹതി അസറൂ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ധവളപ്രകാശം കൊണ്ട് വിസ്മയിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഒളി കാണുമ്പോ ഫുലാല ഞെട്ടിത്തെരിച്ചു പോയി. ഹബീബായ നബി രണ്ടാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാ. തന്റെ മുമ്പിൽ എത്തിയപ്പോ ഫുലാല രണ്ടാമത് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇറങ്ങേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നാട്ടിന്റെ വെളിവ് കാണുമ്പോ ഫുലാല ഞെട്ടിത്തെരിക്കുന്നു. വാളിരിക്കുന്ന കൈവിറക്കുകയാണ്. മൂന്നാമത്തെ തവാഫ് തീർന്നു, നാലാമത്തെ തവാഫ് തീർന്നു, 5, 6, 7ാമത്തെ തവാഫാണ്. ഇവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി മുഹമ്മദിനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. 7ാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാണ്. തവാഫ് പൂർത്തിയായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7ാമത്തെ തവാഫ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. വതൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ. ഖുർആൻ ഓതേണ്ട താമസം ഖുർആൻ മനസ്സ് മുഴുവനും പിടിച്ചു നിർത്തി വർദ്ധിത വീര്യത്തോടെ തന്റെ മനസ്സിനെ മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് ഖുർആൻ ഹബീബായ നബിയുടെ മുമ്പിലേക്ക് ചാടേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ ഓതൽ കേട്ടപ്പോ ഖുർആൻ പേടിച്ചു മറച്ചുപോയി. ഖുർആനിന്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. ഹബീബായ നബി തിരിഞ്ഞു നോക്കുമ്പോ താഴെ കിടക്കുന്ന വാളിന്റെ മുമ്പിൽ പിറക്കുകയാണ് ഫുലാല. ഫുലാലക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു. മുഹമ്മദിന്റെ അനുയായികൾ തന്നെ തുണ്ടമായി വെട്ടിക്കളയും. മക്കയുടെ രാഷ്ട്രപതിയാണ് കൊല്ലാൻ വന്നത്. രാഷ്ട്രപിതാവിനെ വധിക്കാൻ വന്നവന് മുഹമ്മദിന്റെ ഉമർ തന്നെ വെറുതെ വെക്കുമ്പോ ഫുലാല കിടന്ന് വിറക്കാൻ തുടങ്ങി. ഫുലാലയുടെ നാവ് പറ്റിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫുലാല അറഫ്തുക, നിന്നെ ഞാൻ കണ്ടിരുന്നു ഫുലാല. ഒന്നാമത്തെ തവാഫിന് മതാഫിന് വരുമ്പോ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ പള്ളിയിൽ കത്തിമുട്ടി ഇറക്കാൻ കാത്തു നിൽക്കുന്ന നിന്നെ ഫുലാല ഞാൻ കണ്ടു. ഫുലാല, നീ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഫുലാല. പക്ഷേ ഫുലാല, ആരും നിന്നെ കണ്ടിട്ടില്ല. ഓടി രക്ഷപ്പെട്ടോ ഫുലാല. ലോകത്തിന്റെ വിട്ടുവീഴ്ചയുടെ, ഉദാരതയുടെ, സാധ്യതയുടെ, സഹാനുഭൂതിയുടെ, ഉദാരതയുടെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ പകരം വെക്കാനില്ലാത്ത പര്യായ പദമേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫുലാല, ഉമർ നിന്നെ കണ്ടിട്ടില്ല, ഖാലിദ് കണ്ടിട്ടില്ല. ഓടി രക്ഷപ്പെട്ടോ ഫുലാല, നിന്നെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കേൾക്കേണ്ട താമസം, അത് കേൾക്കേണ്ട താമസം. ഫുലാൽ എന്ന അക്രമി ഫവഖഅതു ബൈന യദൈ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിലേക്ക് വീണു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞാനിതാ വന്നു നബിയേ, ഖുർആന്റെ വെളിച്ചത്തിലേക്ക്, തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക്, അങ്ങയുടെ ചാരത്തേക്ക് ഞാൻ വന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കിടന്നിട്ട് തന്റെ തല കൊണ്ടുപോയി മണ്ണിലിട്ടിട്ട് ഫുലാലെ പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ മനുഷ്യനെയാണോ കൊല്ലാൻ വന്നത്? ഈ മനുഷ്യനോടാണോ വർഷങ്ങളോളം വൈരാഗ്യം മനസ്സിൽ നിറച്ചു നിന്നത്? ഫുലാല, നീ എത്ര തെമ്മാടിയാണ് ഫുലാല. തന്റെ ആ വടിയരികിൽ കിടന്ന് തല കൊണ്ടുപോയി മണ്ണിലിട്ട് ഉരുട്ടി ഉരുട്ടി അവസാനം ഫുലാല വീട്ടിലേക്ക് പോവുകയാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആൻ എന്താ? ആ ഫുലാല വീട്ടിലേക്ക് പോകുമ്പോഴാണ് പതിവ് പോലെ ഫുലാലെ കാത്ത് നാട്ടിലെ വേശ്യപ്പെണ്ണ് കാത്തിരിക്കുന്നത്. അണിഞ്ഞൊരുങ്ങി ആ നാട്ടിലെ വേശ്യപ്പെണ്ണ് കാത്തിരിക്കുകയാണ്. ഫുലാല വരിക, ഫുലാല നിനക്ക് വേണ്ടി എന്റെ കിടപ്പറ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാ. ഓ സമയത്ത് ഫുലാല എന്ന ചെറുപ്പക്കാരൻ ഖുർആന്റെ അത്ഭുതമേടാണ്. ഓ ഫുലാല എന്ന ചെറുപ്പക്കാരന് മുസ്ലിമായിട്ടൊരു മണിക്കൂർ പോലുമായിട്ടില്ല. ആ വേശ്യപ്പെണ്ണിനോട് പറഞ്ഞു, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, അസ്ലം ദുബൈന യദയിൽ മുസ്തഫ, ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഞാൻ മുസ്ലിമായി. അങ്ങോട്ട് പോയപ്പോ ഈ പെണ്ണിന്റെ കടപ്പുറയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ട് പോയ ഫുലാല, ആ ഫുലാല പറഞ്ഞു, ഇല്ല 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 ഇല്ല, അസ്ലം ദുബൈന യദയിൽ മുസ്തഫ, ഞാൻ ഹബീബായ നബിയുടെ മുമ്പിൽ മുസ്ലിമായി. ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല മുസ്ലിമായിട്ട്. ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഇല്ല നിന്റെ കടപ്പറയിലേക്ക് ഞാൻ ഇനി വരില്ല. ഫുലാലെ നിനക്കിനി കിട്ടില്ല. ഫുലാലെ ഇനി വ്യഭിചരിക്കില്ല. ഫുലാലെ ഇനി വ്യക്തമിക്കില്ല. അസ്ലമ ഫുലാല. യൂറോപ്പിലെ പച്ചവിചാരിയ മനസ്താന്തരമുണ്ടാക്കി ലോകത്തിന് സമർപ്പിക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറിയിലെ മഹാഗ്രന്ഥത്തിന് കഴിയില്ല, ഷേക്സ്പിയറിന്റെ നാടകത്തിന് കഴിയില്ല, യുദ്ധയുടെ റൊമാന്റിക് ഭാവനയ്ക്ക് കഴിയില്ല, എലൻഗറിന്റെ നോവലിന് കഴിയില്ല. പക്ഷേ സഹോദരങ്ങളെ, പക്ഷേ ലോകത്തിന്റെ അത്ഭുതം നടത്തിയത് ഒരു പച്ച വ്യഭിചാരിയെ ഒരൊറ്റ നിമിഷം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാൻ, അവന്റെ ഹൃദയത്തിലോട്ടിറങ്ങാൻ. ആ വിദ്യാഭ്യാസമാണ് ഖുർആന്റെ വിദ്യാഭ്യാസം. ഹാഫിളായ ഒരു കുഞ്ഞ് അവൻ മരിക്കുന്നത് വരെ അവൻ മദ്യപിക്കില്ല, അവൻ വ്യഭിചരിക്കില്ല. കാരണം അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ ഞാൻ മനഃപ്പാഠമാക്കിയതെന്താ? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, ഏഴാനാകാശത്തിൽ നിന്ന് റൂഹുൽ അമീൻ പറന്നു കൊടുത്ത ഈ സുന്ദരമായ വാക്യമാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ബസ്മതി അരിയെ കുറിച്ചിട്ട് മാത്രമല്ല, സൂര്യന്റെ ഭ്രമണപഥത്തെ കുറിച്ചിട്ട് മാത്രമല്ല, ഇരുമ്പിനെ കുറിച്ച് മാത്രമല്ല, ഉറുമ്പിനെ കുറിച്ച് മാത്രമല്ല, സൂര്യനെ കുറിച്ച് പറഞ്ഞ ഗ്രന്ഥമാണ്. ഇസ്ലാമിലേക്ക് ഖുർആൻ കണ്ട് കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ സമയത്ത് വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. ഏതടയാളം എന്നറിയോ? തന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ മല്ലന്മാരെ തോളിൽ വെച്ച് വട്ടം ചുറ്റിയതല്ല. ആ മനുഷ്യനെ കുളിപ്പിക്കുമ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ വലത്തെ ചുമലിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു. പാതിരാ സമയത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിന് വേണ്ടി മാവും ഗോതമ്പ് മാവും ചുമന്നുകൊണ്ട് പോയതിന്റെ അടയാളം. ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മനുഷ്യന്റെ വലത്തെ തോളിലുണ്ടായിരുന്നു. പാതിരാ സമയത്ത് അഗതികൾക്കും യതീമീങ്ങൾക്കും അനാഥർക്കും ഗോതമ്പിന്റെ റൊട്ടിയും ചുമന്നുകൊണ്ട് പോയ പാടിന്റെ അടയാളത്തിന്റെ തിരുശേഷിപ്പ് ഈ മനുഷ്യന്റെ ചുമലിലുണ്ടാകുന്ന രീതിയിൽ ഉക്കാള ചന്തയില് മല്ലന്മാരെ തോളിൽ വെച്ച് അമ്മാനമാടിയ മനുഷ്യനെ ഈ രീതിയിൽ പരിവർത്തിപ്പിച്ചതാരാ? ആയത്ത് കേറി അത്ഭുതമായി. പിന്നെ ലോകത്തിൽ അത്ഭുതം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഒരു പരിവർത്തിത സമൂഹത്തിന്റെ, ഒരു പരിവർത്തനത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രേരക ചാലക ശക്തിയായി വർത്തിക്കാൻ ഖുർആൻ എന്ന് നാം പഠിപ്പിക്കുന്ന നമ്മൾ ഈ ഖുർആന് കഴിയേണ്ടതുണ്ട്. അല്ലാഹുവിനാക്കി തരട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടികൾ പേടിച്ച് കരഞ്ഞു പോയത് ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ഞാൻ ആയത്ത് മുഴുവനും പറയാം. ഖുർആൻ ഇതിനെ കുറിച്ച് മാത്രമല്ല, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിസ്മയത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിന്
ജുബൈർ ഇബ്നു മുത്തീം ക്രൈസ്തവ പാതിരിയാണ്. ജുബൈർ ഇബ്നു മുത്തീം ക്രൈസ്തവ പാതിരിയാണ്. അയാൾ മക്കയിലോട്ട് വന്നപ്പോ കഅബാലയത്തിന്റെ മത്താഫിൽ നിന്നിട്ട് അബൂ ജഹൽ പറഞ്ഞു, ജുബൈർ ഇബ്നു മുത്തീമേ, കഅബാലയത്തിന്റെ മത്താഫിലൂടെ പോകരുത്, അവിടെ ഇരുന്ന് മുഹമ്മദ് ഖുർആൻ ഓതുന്നുണ്ട്, അത് കേട്ടാൽ പിടച്ചു പോകും. ജുബൈർ ഇബ്നു മുത്തീമേ, ജുബൈർ ഇബ്നു മുത്തീം പഞ്ഞിയെടുത്തിട്ട് തന്റെ ചെവിയിലേക്ക് വെച്ചിട്ട് രണ്ട് വിരലുകള് ചെവിയിലോട്ട് കുത്തിക്കയറ്റി ഖുർആൻ ഓതുന്നത് കേട്ടാലേ പിടച്ചു പോവുകയുള്ളൂ. ജുബൈർ ഇബ്നു മുത്തീം എന്ന ക്രൈസ്തവ തന്റെ വിരൽ ചെവിയിൽ കുത്തിക്കയറ്റിയിട്ട് കഅബാലയത്തിന്റെ മത്താഫിലൂടെ പോകുമ്പോഴാണ് കഅബാലയത്തിന്റെ മത്താഫിൽ ഖുർആൻ ഓതുന്നത്. വത്തൂരി വകിതാബിൻ മസ്തൂർ ഫീ റക്കിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ. ആ ക്രൈസ്തവ പാതിയുടെ വിരൽ താനെ അയഞ്ഞു, അയാളുടെ ഉള്ളിലോട്ട് ഖുർആൻ കയറി. ഫവകഅതു ബൈന യദയിൽ മുസ്തഫ. അബൂ ജഹൽ നോക്കി നിൽക്കുമ്പോ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽക്കലേക്ക് വീണു ജുബൈർ ഇബ്നു മുത്തീം. എത്ര മഹാത്ഭുതങ്ങൾ, എത്ര മഹാത്ഭുതങ്ങൾ. എത്തോപ്യയിലേക്ക് ഹിജ്റ പോവുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ താലിബിന്റെ മുമ്പിൽ നജാഷിയുടെ മുമ്പിൽ വന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞില്ല, മുഅ്മിനീങ്ങളെ, ഈ മുഹമ്മദും കൂട്ടരും നമ്മുടെ വിഗ്രഹങ്ങളെ തള്ളി പറയുന്നവരാണ്, മതപ്രമാണങ്ങളെ തള്ളി പറയുന്നവരാണ്, ഇവരെ നിന്ന് നാട് കടത്തണമെന്ന് നജാഷിയോട് പറഞ്ഞപ്പോ നജാഷി ചോദിച്ചില്ല ജഅഫർ ഇബ്നു അബീ താലിബിനോട്, നിങ്ങളുടെ മുഹമ്മദ് എന്താ പറയുന്നത്? ഞങ്ങളുടെ റസൂലുള്ളാഹി ഖുർആൻ ഞങ്ങൾക്ക് ഓതി തരാറുണ്ട്. നജാഷി എന്ന ക്രൈസ്തവ പാതിരി ചോദിച്ചു, എന്നാൽ ആ ഖുർആനിൽ നിന്ന് അല്പം നിങ്ങളൊന്ന് പാരായണം ചെയ്യുമോ? നജാഷി എന്ന ക്രൈസ്തവ രാജാവിന്റെ രാജസദസ്സിൽ 10,000-കണക്കിന് ക്രൈസ്തവ പണ്ഡിതന്മാരുടെ മുമ്പ് ജഅഫർ ഇബ്നു അബീ താലിബ് ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا. നജാസി എന്ന ക്രൈസ്തവ പാതിരി കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി ചാടി എഴുന്നേറ്റ്. ഇത് കേട്ട ക്രൈസ്തവ പണ്ഡിതന്മാര് പൊട്ടിക്കരഞ്ഞു പോയി. അവര് പറഞ്ഞു, അതെ അതെ, ഇത് മറിയമിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ്, ഇത് ഞങ്ങളുടെ യേശു ക്രിസ്തു പറഞ്ഞു തന്നതാണ്, ഇത് ഖുർആനാണ്, ഖുർആനാണ്. ആ മുഹമ്മദ് സത്യത്തിന്റെ പ്രവാചകനാണ്. ജഅഫറേ, നിങ്ങൾക്ക് ഞാൻ അഭയം നൽകുന്നതുണ്ട്. ക്രൈസ്തവ പുരോഹിതന്റെ ക്രൈസ്തവ രാജാവിന്റെ കരിങ്കല്ലിന്റെ ഇടഭിത്തിയിലേക്ക് തുളച്ചിറങ്ങി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പെങ്ങളെ, 7 മുതൽ 9 വരെ ലോകത്തുള്ള സർവാഭാസങ്ങളും ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയ 1 കോടി രൂപ കിട്ടിയാൽ അരക്ക് പോട്ട് വസ്ത്രം മാറ്റാൻ തയ്യാറെടുക്കുന്ന ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു കാലഘട്ടത്തിന് മഗ്‌രിബിന്റെ ബാങ്ക് കേട്ടാൽ ആ സമയത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമായിരുന്നു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കൂടുന്നു പൊട്ട ഇടം വരം 2, ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. ഖുർആൻ നമുക്ക് അന്യമായി പോയി, ഖുർആൻ ഓതുന്ന സദസ്സ് നമുക്ക് അന്യമായി പോയി. നജാഷിയുടെ ക്രൈസ്തവ പുരോഹിതന്റെ നെഞ്ചിലിറങ്ങിയപ്പോ പൊട്ടിക്കരഞ്ഞ നജാഷി. ഖുർആൻ കരയാനുള്ളതാണ്, കേട്ടിട്ട് കരയണം.